നമസ്കാരം. നമസ്തേ. ഓപ്പറേഷൻ തൂഫാൻ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്ന, സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളും ഈവൻ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒന്നാണിത്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിലോട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറച്ച് കഞ്ചാവുള്ള ഒരാൾ അല്ലെങ്കിൽ MDMA ചെറിയ രീതിയിലുള്ള ആൾക്കാരെ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള കേസുകൾ 3000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവർക്കൊക്കെ ഇതിന് കിട്ടുന്നതിന് കൃത്യമായ സോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് പല മാധ്യമങ്ങളും പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കേരളത്തിന് പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് പറയുന്നു. അതിന്റെ ഭാഗമായിട്ട് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ടും കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ യഥാർത്ഥ അടിവേര് തകർക്കാൻ നിലവിൽ രമേശ് ചെന്നിത്തലക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? NDPS എന്ന് പറയുന്ന നാർക്കോട്ടിക്സ് ആൻഡ് ഡ്രഗ്സിനെതിരെയുള്ള വകുപ്പ് അടിസ്ഥാനപ്പെടുത്തിയുള്ള കേസുകൾ ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതലോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ ഉള്ളത് കേരളത്തിലാണ്. രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. അതായത് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് റിലേറ്റഡ് കേസസ് രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലാണ് എന്നാണ് കണക്കുകൾ. കേരളത്തിലെ പോലീസിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെയും മേധാവികൾ പുറത്തുവിട്ട കണക്ക് മാധ്യമങ്ങളിൽ വന്നത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കൊച്ചി നഗരം ഒരു സമയത്ത് പഞ്ചാബിനേക്കാൾ പിറകിലായിരുന്നു. പക്ഷെ പിന്നീട് കഴിഞ്ഞ വർഷം ചില വാർത്തകൾ ഞാൻ വായിച്ചു. 2025 പഞ്ചാബിനെ കവച്ചു വെച്ചു ഈ ഡ്രഗ് റിലേറ്റഡ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ. സ്ഥിരം കേരളത്തില് ഒരു ഡിഫൻസ് ഉണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ചെറിയ വിഷയങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യത്തില്ല. കേരളത്തിൽ ചെറിയ വിഷയമാണെങ്കിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ടാണ് കേരളത്തിലെ ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും എല്ലാം തന്നെ ഗുരുതരമായ കേസുകൾ. മയക്കുമരുന്നിന്റെ കാര്യത്തിൽ കേരളം മയക്കുമരുന്നിന്റെ പിടിയിലാണ് എന്നുള്ളത് ലോക്നാഥ ബെഹ്റ തൊട്ടുള്ള പോലീസ് മേധാവികൾ ഒക്കെ തന്നെ പലതവണ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആണല്ലോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ഒരു അടിയന്തര പദ്ധതി അദ്ദേഹം ഈ ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതലയേറ്റ ഉടൻ തന്നെയാണ്. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, ഹിറ്റ് ദ ഗ്രൗണ്ട് റണ്ണിങ് എന്ന്. അതായത് ശരിക്കും ഒന്ന് നിന്ന് സാവകാശത്തിലല്ല, നിലത്തോട്ട് ഇറങ്ങി ഒരു ഓട്ടമാണ്. ഇറങ്ങുന്നതും ഓട്ടോ ഒരുമിച്ചായിരുന്നു. അപ്പോ പിന്നെ ചില വാർത്തകൾ ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ളതാണ് ഈ പദ്ധതി എന്നും ചില വാർത്തകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഈ പദ്ധതിയെ ഞാൻ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. അത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഇപ്പോ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഇപ്പോഴേ ഞാനൊരു കൺക്ലൂഷനിൽ എത്തുന്നില്ല. പക്ഷെ എങ്കിലും ചില സൂചനകൾ, ചില കാര്യങ്ങൾ നമുക്ക് പറയാതെയും വയ്യ. കേരളത്തിലെ ഇത്രയധികം ഓടിയിരിക്കുന്ന മയക്കുമരുന്ന് ശൃംഖല, ഇത് പഴയ കാലത്തൊക്കെ കേരളത്തിൽ ഇടുക്കിയിൽ പല രാഷ്ട്രീയക്കാർക്കും, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കാട്ടിനുള്ളിൽ കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു എന്നാണ് പണ്ട് ഉണ്ടായിരുന്ന വലിയൊരു ആരോപണം. അതില് നമ്മുടെ മലയാള സിനിമകളിലുമൊക്കെ ഇത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ കഞ്ചാവ് കച്ചവടവും കഞ്ചാവ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പല കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെയും നേരെ സംശയത്തിന്റെ ദൃഷ്ടികൾ പലരും പായിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ കാലമൊക്കെ കഴിഞ്ഞു. ഈ കഞ്ചാവ് ഉപയോഗിച്ച് ഉള്ള ലഹരിയില് ഇന്നത്തെ യുവതലമുറയ്ക്ക് താല്പര്യം. ഇന്നത്തെ യുവതലമുറ കെമിക്കൽ കൊണ്ട്, അതായത് ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ വായിക്കുന്ന മെത്ത്, MDMA എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഹാഷിഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓപ്പിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് അത്ര കൃത്യമായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പൊതുവിടത്തിൽ ലഭ്യമായ വിവരം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഹാഷിഷ് ഓപ്പിയത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതുപോലെ അത് ഹെറോയിൻ ആണ് ഓപ്പിയത്തിൽ നിന്നുണ്ടാക്കുന്നത്. ഹാഷിഷ് കഞ്ചാവിൽ നിന്നാണ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ലഹരി പ്രകൃതിജന്യമായ ലഹരി വസ്തുക്കളിൽ നിന്നും കെമിക്കൽസ് ഉപയോഗിച്ച്
അതിനെ ലഹരി വർദ്ധിപ്പിക്കുന്ന ഒരു ശ്രമം. ഇനി അതും കഴിഞ്ഞിട്ടാണ് ഈ MDMA പോലുള്ള സാധനങ്ങൾ. പിന്നെ തെക്കേ അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന കൊക്കൈൻ പോലും കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാക്കനാട് ജയിലിൽ കിടക്കുന്നത് ഒരു നല്ല ശതമാനം തെക്കേ അമേരിക്കൻ പൗരന്മാരുമാണ്. അതായത് മെക്സിക്കോ, ഉറുഗ്വേ, പെറു, അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. പേര് ഞാൻ പറഞ്ഞതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. എന്തായാലും മെക്സിക്കോ ഉണ്ട്. ഇവരൊക്കെ മെക്സിക്കൻ എന്ന് പറയുന്ന ലാറ്റിനോസ് എന്ന് പറയുന്ന റേസാണ്. അവര് ഈ ഡ്രഗിന്റെ ലോകത്തെ വ്യാപാരം നിയന്ത്രിക്കുന്ന അവരാണ്. ഇനി നമുക്ക് ഈ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് വരാം. ആരാണ് കേരളത്തിലെ ഈ ഡ്രഗ് മാഫിയയെ നിയന്ത്രിക്കുന്നത്? അതിനൊരു മുഖമില്ല. ഈ കേരളത്തിലെ ഒരു കാലത്ത് കേരളത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് കേരളത്തിലെ അബ്കാരി രാജാക്കന്മാർ. അപ്പോ നമ്മൾ പല മലയാള സിനിമകളിലും കണ്ടിട്ടുണ്ട്. ആ സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു പ്രതിഫലനമാണ്. കുറച്ചൊരു അതിശയോക്തി വരും എന്നുള്ളതിൽ. ഇപ്പൊ ഉദാഹരണത്തിന് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന അബ്കാരി മുതലാളിമാരുണ്ടായിരുന്നു. മണർകാട് പാപ്പൻ, പേര് കേട്ടിട്ടുണ്ടാവും, പാലാക്കാരനാണ്. അതുപോലെ പിന്നെ തൃശ്ശൂരെ എലൈറ്റ് ഗ്രൂപ്പ്, തിരുവനന്തപുരത്ത് ഈ രാജധാനി നടത്തിയിരുന്ന ഒരു കക്ഷിയുണ്ട്, രമേശൻ കോൺട്രാക്ടർ. അതല്ലെങ്കിൽ നമ്മളെല്ലാം കേട്ടിട്ടുള്ള പേരാണ് മണിച്ചൻ. മണിച്ചന്റെ ഡയറി തുറന്നപ്പോൾ കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കസേരകൾക്ക് ഇളക്കം തട്ടി. അപ്പൊ ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അത് ഇപ്പം നമ്മുടെ ചവറ MLA ആയിരുന്ന വിജയൻപിള്ള ഒരു വലിയ അബ്കാരി രാജാവാണ്. കൊല്ലത്തെ ഏറ്റവും വലിയ അബ്കാരി മുതലാളിമാരിൽ ഒരാളാണ് വിജയൻപിള്ള. അദ്ദേഹത്തിന്റെ മകനും ചവറയിൽ നിന്ന് MLA ആയി. അദ്ദേഹത്തിന്റെ കുടുംബം, വിജയൻപിള്ളയുടെ കുടുംബം, അവർക്ക് വലിയ അബ്കാരി മേഖലയിൽ വലിയ വിദേശ മദ്യ വ്യാപാരത്തിൽ വലിയ സ്ട്രെങ്ത് ഉള്ളവരാണ്. എനിക്കൂടെ സ്വന്തമായിട്ട് ബാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ. എന്തോ അവർക്ക് സ്വന്തമായിട്ട് ബാറൊക്കെ ഉണ്ട് അവിടെ ചവറയിൽ. അതെ അതെ അതെ, ചവറ മാത്രമല്ല, കരുനാഗപ്പള്ളി തൊട്ട് ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ അബ്കാരി സാമ്രാജ്യം. അങ്ങനെ കേരളത്തിൽ ഏത് സ്ഥലത്ത് ചെന്നാലും പണ്ട് കൊച്ചിയിൽ ഇതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പേര് മറന്നുപോയി. അങ്ങനെയൊക്കെയുള്ള വലിയ അബ്കാരികളാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത്. ഇപ്പൊ നമ്മള് കാട്ടുകുതിര എന്ന ആ ഒരു നാടകത്തെ ആ സിനിമയാക്കിയല്ലോ. അപ്പൊ അതില് തിലകൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ആ പുതിയ കാറ് നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള ആളിന് കൊടുക്കുക, പഴയ കാറ് പ്രതിപക്ഷക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇലക്ഷൻ പ്രചാരണത്തിന് കൊടുക്കാൻ പറയും. ഇതൊന്നും സിനിമയെ തീർത്തും ഭാവനാ സൃഷ്ടിയല്ല, ജീവിതത്തിന്റെ ഒരു പ്രതിഫലനം തന്നെ ആയിരുന്നു. കേരളത്തിലെ അബ്കാരി മുതലാളിമാര് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇന്ന് അബ്കാരിമാരെ ആരും വലുതായിട്ടൊന്നും പരിഗണിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ പണം അറിയുന്ന മേഖലയാണ് ഈ മയക്കുമരുന്നിന്റെ വ്യാപാരം. പക്ഷെ ആരാണ് കേരളത്തിന്റെ മയക്കുമരുന്ന് വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത്? ഇവർക്ക് മുഖമില്ലേ? എന്തുകൊണ്ടാണ് ഇവരുടെ മുഖം നമ്മൾ കാണാത്തത്? അപ്പൊ മുഖമില്ലാത്ത ഒരു ഭീകരനെതിരെ പോലീസ് യുദ്ധം ചെയ്താൽ എത്രത്തോളം വിജയിക്കും? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കൊലപാതകം നടന്നാല് ആ കൊലപാതകയുടെ പേരും കൊലപാതകയ്ക്ക് ഒരു രൂപം വേണം. ആകാശത്തു നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് കൊലപാതകം നടത്തും. ഈ ഡ്രഗ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഡ്രഗ് ബിസിനസിനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ, ഞാനീ പറയുന്നൊന്നും ഞാൻ പോയിട്ട് രഹസ്യമായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ പൊതുവിടത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഫോക്കസ്ഡ് ആയിട്ട് ഈ മേഖലയെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക്, ഒരു പത്രപ്രവർത്തകന് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഈ ഡ്രഗ് മെനേസ്, ഈ മയക്കുമരുന്ന് ഭൂതത്തിനെതിരെ പോരാടുന്ന ഒരു വിഭാഗമുണ്ട്, UN ഓഫീസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് പറഞ്ഞു. അപ്പൊ അവര് വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഇതെന്ന് പറയുന്നത് വളരെ കേന്ദ്രീകൃതമായ ഒരു മേഖലയാണ്. അതിന്റെ ഏറ്റവും മുകളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളാണ് കാർട്ടൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ്സ് എന്ന് പറയും. ആ കാർട്ടൽസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന മെക്സിക്കൻസ് ആണ്. ലോകത്തിൽ എവിടെയായാലും അത് മെക്സിക്കൻ കാർട്ടലുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം സാക്ഷാൽ ട്രംപിന്റെ അമേരിക്ക, നമ്മൾ വിചാരിക്കും അമേരിക്ക എന്ന് പറയുന്നത് ഇത്ര വലിയ ശക്തിയുള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഒരു കാര്യവുമില്ല. അമേരിക്കയെ ഇതുപോലെ തന്നെ 7 കാർട്ടൽസ് ഉണ്ട് അമേരിക്ക. അതിൽ ഏറ്റവും ശക്തം സിനാലോവ കാർട്ടൽ എന്ന് പറയും. സിനാലോവ കാർട്ടലാണ് ഏറ്റവും ശക്തമായ മയക്കുമരുന്ന് ലോബി സിൻഡിക്കേറ്റ്. അതിന് താഴെ CJNG, അവർ കൂടുതലും ആവശ്യമില്ലാതെ ആയുധം എടുക്കുന്നവരാണ്. ഈ സിനാലോവയ്ക്ക് ആയുധം മാത്രമല്ല, അവർ ആയുധവും എടുക്കും,
നിയമപരമായ വഴികളുണ്ടവർക്ക് മറ്റു പല രീതിയിൽ രാഷ്ട്രീയക്കാരെയും മറ്റു ലോബികളെ അവർ സ്വാധീനിക്കും, ബുദ്ധി ഉപയോഗിക്കും. അത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണ്. പിന്നെ അതിന് താഴെ വരുന്ന ഗൾഫ് കാർട്ടൽ എന്ന് പറഞ്ഞൊരു കാർട്ടലുണ്ട്, ബെലാട്രെയിൻ ലൈവ എന്ന് പറഞ്ഞൊരു കാർട്ടലുണ്ട്, ജുവാറസ് കാർട്ടലുണ്ട്. ഇതൊക്കെ അത് കഴിഞ്ഞാൽ കാർട്ടൽ യൂണിഡൌസ്, നോർത്ത് ഈസ്റ്റ് കാർട്ടൽ, ഇങ്ങനെ 7 കാർട്ടലുകളാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തെ തന്നെ നിയന്ത്രിക്കുന്നത്. അത് US ഞാൻ ആദ്യം പറഞ്ഞ അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ബാക്കിയുള്ളവരും ഉണ്ട്, പക്ഷെ അവരുടെ ആജ്ഞ ലംഘിക്കുന്നവൻ ആരായാലും കൊല്ലപ്പെടും. ഈ പറയുന്ന അന്താരാഷ്ട്ര ലോബികൾ, അതിന് താഴെ ഓരോ രാജ്യത്തും അവരുടെ ഏജന്റുമാരുണ്ടാവും, മുഖ്യ ഏജന്റുമാർ. ഈ പുറത്ത് ഉൽപാദനം മുഴുവൻ ഇവരായിരിക്കും നടത്തുന്നത്, അന്താരാഷ്ട്ര ലോബികൾ. അത് അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിലും അവർക്കൊരു പങ്ക് കാണും. പക്ഷെ അത് ഓരോ രാജ്യത്തെയും ഫ്രാഞ്ചൈസികളായിരിക്കും ചെയ്യും. അവരത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് അഖിലേന്ത്യാ തലത്തിൽ ഒരു ഫ്രാഞ്ചൈസി കാണും, അത് കേരളത്തിലും അതിന്റെ മൊത്ത കച്ചവടക്കാരുണ്ടാകും. ഈ മൊത്ത കച്ചവടക്കാരിൽ നിന്നാണ് താഴേക്ക് വന്നിട്ട് ഈ പ്രാദേശിക തലത്തിലുള്ള, അതിൽ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കൊട്ടേഷൻ സംഘം, ഇവിടെ നമ്മൾ കേരളത്തിൽ കൊട്ടേഷൻ സംഘം എന്ന് പറയും, മറ്റു രാജ്യങ്ങളിലൊക്കെ സ്ട്രീറ്റ് ഗാങ്സ് ഉണ്ട്. അമേരിക്ക തൊട്ട് ശ്രീലങ്ക തൊട്ട് ഫിലിപ്പൈൻസ് വരെ ഇതേ രീതി തന്നെയാണ്. ഇത് ഓർഗനൈസ്ഡ് അല്ലാതെ ഇത് പോവില്ല. ഇതിൽ ആരെങ്കിലും നിയമം തെറ്റിച്ചാൽ ഇതിന്റെ ചങ്ങലകളിൽ മുകളിലിരിക്കുന്ന ആള് അവരെ തട്ടിക്കളയും. ഇവിടെ പിന്നെ വഞ്ചനയ്ക്ക് മരണമാണ് ശിക്ഷ. ഇത് ഈ വ്യാപാരത്തിന് പണം എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിന് സംരക്ഷണം ആര് കൊടുക്കും? ആ 2 ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? ഇതിന്റെ പണം ഹവാല നെറ്റ്വർക്കുകൾ വഴി ആണ്. അതായത് കുഴൽപ്പണം എന്ന് കേരളത്തിൽ പറയുന്ന രീതിയിലാണ് ഇതിന്റെ പണം പോകുന്നത്. അതായത് ബാങ്കിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇത് പിന്നെ 5-10 ലക്ഷമൊന്നും അല്ല. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം കൊച്ചി ഒരു റെയ്ഡ് നടത്തിയപ്പോ കൊച്ചി എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന് അടുത്ത് നിന്ന് ഒരാളുടെ വാഹനത്തിൽ നിന്നും 18 കോടിയോളം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില വരുന്ന സിന്തറ്റിക് കഞ്ചാവ് എന്ന പറയുന്ന ഒരു ഡ്രഗ് പോലീസ് പിടിച്ചു. അപ്പൊ ഈ 18 കോടി രൂപയുടെ സാധനം കച്ചവടം നടത്തിയാൽ ഏതായാലും 18 കോടി രൂപ കിട്ടും. അപ്പൊ ഇത് എവിടെ കൊണ്ട് എങ്ങനെ ഇത് ട്രാൻസാക്ഷൻ നടത്തും? ഇത് ബാങ്കിൽ കൊണ്ടിട്ടാൽ ഇതിന്റെ സോഴ്സ് നമ്മൾ കാണിക്കണം. പിന്നെ ഇത്രയും വലിയ ട്രാൻസാക്ഷൻ നടന്നാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം പല ലെവലില്. ബിസിനസ് ആണെങ്കിൽ GST രജിസ്ട്രേഷൻ വേണം, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ നടത്തും? ഇത് നടത്തുന്നത് ഹവാല നെറ്റ്വർക്ക് വഴിയാണ്. ഈ കുഴൽപ്പണം ഇടപാട് വഴിയാണ് ഇതിന്റെ പണം പോകുന്നത്. അപ്പൊ ഇതിന് കുഴൽപ്പണവുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഇതിന്റെ ലാഭം എവിടെ നിക്ഷേപിക്കും? സ്വർണത്തിലാണ് നിക്ഷേപിക്കുന്നത്. സ്വർണ്ണ കച്ചവടം നടത്തുന്ന കേരളത്തിലെ പലർക്കും ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോ അത് വേറൊരു വഴി. പിന്നെ ഇതിന് സംരക്ഷണം ആര് കൊടുക്കും? കേരളത്തില് സംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാരും പോലീസും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നിട്ട് തന്നെ ആയിരിക്കണം കൊടുക്കുന്നത്. കാരണം ഇവരുടെ മൂക്കിന് താഴെ ആണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ഈ ഓപ്പറേഷൻ തൂഫാന് മുമ്പ് കേരളത്തിൽ പോലീസും എക്സൈസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് എങ്ങനെയാ കുറച്ച് ദിവസം കൊണ്ട് ഈ 3900-ലധികം കേസ് രജിസ്റ്റർ ചെയ്തു, 4201 ആൾക്കാരെ അറസ്റ്റും ചെയ്തു. അപ്പം ഇവരൊന്നും നേരത്തെ ഇല്ലായിരുന്നു. എന്താ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണോ ഇതൊക്കെ ഉണ്ടായത്? പിന്നെ ഇതിന് എല്ലാ തലത്തിലും രാജ്യാന്തര തല വ്യാപാരമാണ്. അതിന് സംരക്ഷണം ആര് കൊടുക്കുന്നു? അത് തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഒരു ഭാഗത്ത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ, മറുഭാഗത്ത് LTT പോലുള്ള സംഘടനകൾ. ഇവരുടെ സഹായമില്ലാതെ മയക്കുമരുന്ന് വ്യാപാരം നടത്താൻ പറ്റത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല. 2019 2024 ഇന്ത്യൻ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് പറയാം. എറണാകുളത്ത് ഒരു പ്രസ് റിലീസ് ഇന്ത്യൻ നേവി ഇറക്കി. ആ പ്രസ് റിലീസില് നേവിയുടെ പ്രസ് റിലീസിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് സ്പോയിൽസ് ഓഫ് ഡ്രഗ് ട്രേഡ് ഗോസ് ഇൻ ടു ടെററിസം റാഡിക്കലൈസേഷൻ എന്നത് ഇന്ത്യൻ നേവിയുടെ പ്രസ് റിലീസിൽ പറഞ്ഞിരുന്നതാണ്. തപ്പി നോക്കിയാൽ എൻ്റെ കയ്യിലും കാണും ചിലപ്പോൾ ആ പ്രസ് റിലീസ്. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം പരസ്പര ബന്ധമുണ്ട്. കാരണം ഒരു ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു അനധികൃത മേഖലയിലെ ഒരു കള്ളക്കടത്തിന്
അത് ചുമ്മാതെ എനിക്കോ ഫവസിനോ പോയിട്ട് ഒരു 100 കിലോ പിന്നെ കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിൽ വിറ്റ് നമുക്ക് പണക്കാരായിട്ട് പെട്ടെന്ന് ഇത് നിർത്താമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇവരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? സോഴ്സിനെ. ഇത് ഹോൾസെയിൽ ട്രേഡർ ആരാന്ന് എങ്ങനെ അറിയും? അവർക്ക് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഉടനെ വിൽക്കാനിരിക്കുമല്ലോ അവർ. അപ്പൊ അവർക്ക് നിങ്ങളിൽ വിശ്വാസം. അപ്പൊ ഇതൊരു ചങ്ങലയാണ്. അപ്പൊ കേരളത്തിൽ ആരാണ് ഇതിന്റെ ഈ മൊത്ത കച്ചവടക്കാർ? കച്ചവടക്കാരില്ലാതിരിക്കത്തില്ല. കേരളത്തിലൊരു മണർകാട് പാപ്പനോ, ഈ മയക്കുമരുന്നിന് മേഖലയിൽ ഒരു മണർകാട് പാപ്പനോ, ഒരു ഞാനീ പറഞ്ഞ എന്തെങ്കിലും പോളക്കുളം നാരായണനോ ഒക്കെ ഉണ്ടാകും. ആരായിരിക്കും അത്? എന്തുകൊണ്ടാണ് അവർക്ക് മുഖമില്ലാതായത്? എന്തുകൊണ്ടാണ് അത്തരം നെറ്റ്വർക്കുകളെ കുറിച്ച് സർക്കാരോ അധികൃതരോ മിണ്ടാത്തത്? കേരളത്തിൽ ഇത് വളരെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ചുമ്മാതെ ഒരാൾ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരൂ. ഈ ദക്ഷിണേഷ്യയെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്നിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ രണ്ടാണ്. ഒന്ന് ഗോൾഡൻ ക്രസന്റ് എന്ന് പറയും, രണ്ട് ഗോൾഡൻ ട്രയാങ്കിൾ. ഗോൾഡൻ ക്രസന്റ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. അവിടുന്ന് വരുന്നതാണ് ഈ ഓപ്പിയം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കെമിക്കൽ ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്ന്. ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, ആ ബെൽറ്റാണ്. ഇപ്പൊ ബംഗ്ലാദേശും ഉണ്ട്. ഈ ബെൽറ്റിൽ നിന്നും ഒരു കേരളത്തിലേക്ക് വലിയ രീതിയിൽ ഒഴുകുന്നുണ്ടാവും. ആദ്യത്തെ ഗോൾഡൻ ക്രസന്റിൽ നിന്നും അത്ര എളുപ്പമല്ല ഇപ്പൊ കേരളത്തിലെത്താൻ. കാരണം നേവി വളരെ ശക്തമായിട്ട് പട്രോളിങ്, അതിനു പുറമെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്. വലിയ രീതിയിൽ 2021 കേരള തീരത്തു നിന്ന് കോസ്റ്റ് ഗാർഡ് ഒരു ശ്രീലങ്കൻ ബോട്ടിൽ നിന്നും 300 കിലോ ഹെറോയിനും 5 AK-47 തോക്കുകളും പിടിച്ചെടുത്തിരുന്നു. ഇതൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയുടെ മൂല്യമാണ് പിന്നെ മാർക്കറ്റിലുള്ളത്. ഇനി 2024, വെറും 2 വർഷം മുമ്പത്തെ, 2 വർഷം ഇല്ല, 1.5 വർഷം കണ്ട് മുമ്പ് നടന്ന സംഭവമാണ്. 3000 കോടി രൂപയുടെ മൂല്യമുള്ള MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഒരു ശ്രീലങ്കൻ ബോട്ടിൽ നിന്നും നേവി പിടിച്ചെടുത്തിരുന്നു. ഇത് നേവി ഇടയ്ക്ക് ഈ ഗുജറാത്തിന്റെ തീരത്തു നിന്ന്, അതുപോലെ മഹാരാഷ്ട്രയുടെ കൊങ്കൺ തീരത്തു നിന്ന്, ഇവിടെ നിന്നൊക്കെ പിടിച്ചത് 80,000 കോടി 25,000 കോടി എന്നൊക്കെ പറയുന്ന നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തുകയ്ക്കുള്ള മയക്കുമരുന്നായിരുന്നു. അത്രയും പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അദാനിയുടെ പോർട്ടിൽ നിന്നും കുറച്ച് സാധനം പിടിച്ചു. അത് അദാനി പറയുന്നത് അദ്ദേഹം അറിയാതെ അവിടേക്ക് കൊണ്ടുവന്നതാണെന്നാണ്. അപ്പോ എനിക്കതിന്റെ വസ്തുതയെക്കുറിച്ച് അതിനെക്കുറിച്ച് വേറെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാല് സമുദ്രം വഴി കൊണ്ടുവരുന്ന അത്ര എളുപ്പമല്ല ഇപ്പോഴും. കാരണം അത് പലപ്പോഴും നേവിയുടെ ആക്രമണത്തിന് വിധേയമാണ്. അപ്പോഴേ ഷൂട്ട് ചെയ്യും. ഇപ്പോ ഇന്ത്യൻ നേവിക്ക് ഒരുപാട് അതായത് MH-64 റോമിയോ ഹെലികോപ്റ്റർ, അല്ലെങ്കിൽ പൊസൈഡോൺ നിരീക്ഷണ വിമാനങ്ങള്, അത് തുടങ്ങി ഹൈ സ്പീഡ് ബോട്ടുകള്, പിന്നെ ഡ്രോണുകൾ. ഇപ്പം പ്രൊഡേറ്റർ ഡ്രോണുകൾ തന്നെ കുറെ എണ്ണം സമുദ്രത്തിലാണ് റോന്തി വെക്കുന്നത്. അപ്പം അതുവഴി വരുന്നതിനേക്കാൾ എളുപ്പം ഇപ്പം മറ്റേ ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്ന് കൊണ്ടുവരിക. ഞാൻ പറയുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്നില്ലെന്നല്ല, പക്ഷേ അതിപ്പോ ബുദ്ധിമുട്ടാണ്. കാരണം ലക്ഷദ്വീപിലെ ആളൊഴിഞ്ഞ ദ്വീപുകളായിരുന്നു ഇതിന് ഉപയോഗിച്ചുകൊണ്ട്. അവിടെ ലക്ഷദ്വീപ് വലിയ കർശനമായ ഭരണത്തിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിലെ കള്ളക്കടത്തിനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു. പക്ഷെ ഈ മ്യാൻമാറിൽ നിന്നും കേരളത്തിലെ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൽ എത്തുമ്പോൾ അവർക്ക് ഈ ഡ്രഗ്സ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. പിന്നെ ശ്രീലങ്കക്കാർ, അത് LTT. ഈ അങ്കമാലിയിൽ നിന്നും സുരേഷ് രാജ് ആളിനെ പിന്നെ ഒരു 2-3 വർഷം മുമ്പ് തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഈ സുരേഷ് രാജ് എന്ന് പറയുന്ന ആള് LTTയുടെ ഉൾപ്പെടെയുള്ള ബന്ധങ്ങളുള്ള ശ്രീലങ്കയിലെ മയക്കുമരുന്ന് വിതരണത്തിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ്. സുരേഷ് രാജ് അങ്കമാലിയിൽ ഒളിച്ചു താമസിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തമിഴനായ അയാളെ ഒളിച്ചു താമസിക്കാൻ കേരളം തിരഞ്ഞെടുത്തതിൽ അത് കേരള സർക്കാർ ഗൗരവത്തോടെ കാണേണ്ടിയിരുന്നായിരുന്നു. പിണറായിയുടെ 10 കൊല്ലത്തെ ഭരണം കേരളത്തെ മയക്കുമരുന്നിൽ മുക്കിക്കൊന്നു എന്ന് ഞാൻ പറയും.
ഈ സുരേഷ് രാജിനെ പൊക്കാനായിട്ട് തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ച് ഇവിടെ എത്തേണ്ട വന്നു. അപ്പോഴാണ് കേരള പോലീസും അറിയുന്നത്. പിന്നെ കേരള പോലീസിന്റെ ആന്റി ടെറർ സ്ക്വാഡും ഒക്കെ അവരോടൊപ്പം കൂടി. ഇപ്പം ഇത് ഒരു സമാന്തരം, ഞാനീ പറഞ്ഞ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്ത് LTTE പോലുള്ള തീവ്രവാദ സംഘടനകളും. അപ്പോ ഈ രണ്ട് ഗ്രൂപ്പുകളും മയക്കുമരുന്ന് വ്യാപാരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇത് അത്ര എളുപ്പമല്ല. കാരണം ഈ മയക്കുമരുന്ന് ഗാങ്ങുകൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാകും. കേരളത്തിലൊന്നും അല്ല, അത് വലിയ പ്രശ്നമാണ്. ഫിലിപ്പൈൻസിലൊക്കെ സൈന്യമാണ് ഇവരെ നേരിടുന്നത്. തെക്കേ അമേരിക്കയിലും US പോലും പലപ്പോഴും ആർമിയുടെ പോലും ഹെൽപ്പ് അവർ സ്വീകരിക്കാറുണ്ട്. കാരണം പോലീസിനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന സംഭവമല്ല. ഇപ്പൊ കേരള പോലീസ് സിംഹമാണ്, പുലിയാണെന്നൊക്കെ വേണമെങ്കിൽ ചിലർ പറയുമായിരിക്കും. പക്ഷേ ഇവരെ അതിനേക്കാൾ വലിയ ആൾക്കാരാണ് മയക്കുമരുന്ന് ബിസിനസ്സിലുള്ളത്. അവരെ കീഴടക്കണമെങ്കിൽ പാരാമിലിറ്ററിയോ പട്ടാളമോ തന്നെ വേണം. ദേശീയ തലത്തിലുള്ള ഒരു കോർഡിനേറ്റഡ് അറ്റാക്കിലൂടെ ഇവരെ ഇല്ലാതാക്കാൻ പറ്റും. കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിവിധ സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു ഡ്രൈവ് തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ഒരു തുടക്കം മാത്രമാവാം. കേരളത്തിലും ഈ ഒരു വലിയ മുന്നേറ്റം ഇതിന് വെക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം നിങ്ങളെയും എന്നെയും മാത്രമല്ല, നമ്മുടെ വരും തലമുറയും കൂടി നശിപ്പിക്കുന്ന ഒരു മാരകമായ ഒരു ക്യാൻസറാണ് മയക്കുമരുന്ന് എന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന്റെ തലതൊട്ടപ്പന്മാര് ആരാണെന്ന് നമ്മൾ അറിയാത്തത്? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിലെ ബിസിനസ് പ്രമുഖന്മാരും ഇതിൽ ആരൊക്കെയോ ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ മുഖ്യധാരയിലും സൂത്രധാരന്മാരും ആണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മുടെ മുന്നിൽ മാന്യതയോടെ നിൽക്കുന്ന ചില അപ്രതീക്ഷിതമായ വളർച്ചകൾ കാണിക്കുന്ന ചിലര് രാഷ്ട്രീയ നേതാക്കന്മാരിൽ പലപ്പോഴും പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുന്നവര്, തന്ത്രപൂർവം പലപ്പോഴും ഇത്തരം ആന്റി ഡ്രഗ് ഡ്രൈവുകളെ അട്ടിമറിക്കുന്നവര്, ഇവരെയൊക്കെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഇടയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് ഇങ്ങനത്തെ ചില ഭൂതങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ തൂഫാനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോ ഈ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നമാണ് ഈ മദ്യത്തിന്. അതായത് വില കുറഞ്ഞ മദ്യം വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ വലിയ പ്രക്ഷോഭം പിണറായി ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പിണറായി സർക്കാർ തന്നെയാണ് അതിന് അനുവാദം നേരത്തെ കൊടുത്തത്. അപ്പോൾ പിന്നെ അടുത്ത് വരാൻ പോകുന്ന കരിമണൽ വിരുദ്ധ സമരമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമരങ്ങൾ പലപ്പോഴും ഇത്തരം പോലീസ് നടപടികളെ വഴിതെറ്റിക്കാനും അതിനെതിരെയുമാണോ എന്നും എനിക്ക് സംശയം. എന്തായാലും ഇതിലെ ഈ മുഖങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ദ ഗവൺമെന്റ് ഷുഡ് നെയിം ആൻഡ് ഷെയിം ദം എന്ന് പറയും. ആദ്യം അവരെ പേരെടുത്ത് വിളിക്കുകയും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കും. വരും ദിവസങ്ങളിൽ ഈ ഒളിഞ്ഞിരിക്കുന്ന ഈ ഭൂതങ്ങൾ അവരെ നമ്മൾ തിരിച്ചറിയുമോ? ഇവരെ തിരിച്ചറിയാതെ ഇവർക്കെതിരെ എങ്ങനെ നടപടിയെടുക്കും? അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള നടപടികൾ വെറും പ്രഹസനമാകില്ലേ? എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്, ഇതിന്റെ പിന്നിലെ കള്ളന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരാതെ ഇത്തരം ഒരു നടപടിയും വിജയിക്കാൻ പോകുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.